ഏവർക്കും നവരാത്രി ആശംസകൾ. നവരാത്രിയിലെ 9-ാം ദിവസം സിദ്ധിദാത്രി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. ശക്തി സ്വരൂപിണിയായ ദുർഗാദേവിയെ നവദുർഗയായി നവരാത്രി ദിവസങ്ങളിലെ ഓരോ ദിനങ്ങളിൽ ഓരോ ദേവതയായി സങ്കല്പിച്ച് ആരാധിക്കുന്നു. നവദുർഗകളിലെ 9-ാം ഭാവമായ ദേവി സിദ്ധിദാത്രിയുടെ പൂജയാണ് പ്രാധാന്യം. സിദ്ധിയുടെ എല്ലാ ഭാവങ്ങളോടും കൂടിയ സിദ്ധിദാത്രിയെ ആരാധിക്കുന്ന ദിനമാണിത്. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് 4 കരങ്ങളാണുള്ളത്. ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ഏന്തിയ ദേവിയുടെ വസ്ത്രം ചുവന്ന ഉടയാടയും ദേവിയുടെ പ്രിയവാഹനം സിംഹവുമാണ്. ഭക്തർക്ക് 18 തരത്തിലുള്ള സിദ്ധിയും ബുദ്ധിയും നവരാത്രി പൂജയുടെ സമാപനത്തോടെ ഭക്തർക്ക് സിദ്ധിക്കുന്നു. പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രിയുടെ അനുഗ്രഹത്താലാണെന്നാണ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് തൻ്റെ പകുതി ദേവിക്ക് നൽകിക്കൊണ്ട് ശിവന് അർദ്ധനാരീശ്വരനായത്. കന്യാപൂജ, യജ്ഞം, പൂജ, യാഗം എന്നിവയാൽ ശ്രേഷ്ഠമാണ് ആ ദിനം. നവരാത്രിയിലെ ഓരോ ദിനം പ്രാധാന്യം അർഹിക്കുന്നെങ്കിലും അവസാന ദിനമാണ് സുപ്രധാനം. സിദ്ധിദാത്രി ഭജനയിലൂടെ പേരും പ്രശസ്തിയും സിദ്ധിക്കുന്നു. ക്ഷിപ്രപ്രസാദിയായ ദേവി വരദായിനിയാണ്, കരുണാമയിയാണ്. ദുരാഗ്രഹം, ലോഭം, അത്യാർത്തി, ധനത്തിനോടും ലൗകിക ജീവിതത്തോടുമുള്ള ആസക്തി എന്നിവയിൽ നിന്നും മുക്തിയാണ് സിദ്ധിദാത്രിയിൽ നിന്നും കരസ്ഥമാകുന്നത്. ജപിക്കേണ്ട മന്ത്രം: സിദ്ധഗന്ധർവയക്ഷാദ്യൈര സുരൈരമപരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധഗന്ധർവയക്ഷാദ്യൈര സുരൈരമരൈരപി സേവ്യമാനാ സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. സിദ്ധഗന്ധർവയക്ഷാദ്യൈര സുരൈരമരൈരപി സേവ്യമാനാ സദാ ഭൂയാത്